കേരള മനസാക്ഷിയെ ഞെട്ടിച്ച രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന മട്ടന്നൂർ ഷുഹൈബിൻ്റേത്. കൊല നടത്തിയത് CPM DYFI ക്രിമിനലുകൾ. ഞങ്ങളുടെ ഷുഹൈബിനെ കൊന്നവർക്ക് ജയിലറെ ഉറപ്പാക്കുമെന്ന വാക്ക് VD സർക്കാർ പാലിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 17 പ്രതികളാണ് കേസിലുള്ളത്. 2018 നടന്ന കൊലപാതകത്തിൽ കഴിഞ്ഞ 8 വർഷങ്ങളായി പ്രതികളെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കമാണ് പിണറായി സർക്കാർ നടത്തിയത്. പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിലുൾപ്പെടെ അലംഭാവം കാട്ടി. പ്രതികളെ സംരക്ഷിക്കുന്നതിന് കഴിഞ്ഞ കാലങ്ങളിൽ ഇടത് സർക്കാർ നടത്തിയ വഴിവിട്ട നീക്കങ്ങൾ കേരള ജനത കണ്ടതാണ്. 8 വർഷങ്ങൾക്കിപ്പുറം കേസിൽ വിചാരണ തുടങ്ങിയപ്പോൾ അതിനോട് സഹകരിക്കാതെ കേസ് നീട്ടിക്കൊണ്ടുപോകാനാണ് പ്രതികൾ ശ്രമിച്ചത്. എന്നാൽ ഇനി അതൊന്നും നടക്കില്ല. കാരണം ഭരണം മാറി UDF സർക്കാർ അധികാരത്തിലെത്തിയിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് ആർജവമുള്ള രമേശ് ചെന്നിത്തലയാണ് ഭരിക്കുന്നത്. ഇപ്പോൾ 17 പ്രതികളുടെയും ജാമ്യം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതുൾപ്പെടെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ നൽകിയ ഹർജി പരിഗണിച്ചാണ് നടപടി. കേസിന്റെ വിചാരണ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള പ്രതികളുടെ ഗൂഢനീക്കം ഇതിലൂടെ പൊളിഞ്ഞിരിക്കുകയാണ്. UDF വന്നതോടെ പ്രോസിക്യൂഷൻ നിലപാടിലുണ്ടായ ശക്തമായ മാറ്റമാണ് ഇതിനു പിന്നിൽ. VD സതീശൻ സർക്കാർ അധികാരമേറ്റ 18-നാണ് കേസിന്റെ വിചാരണ ആരംഭിച്ചത്. നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷം സാക്ഷി വിസ്താരത്തിനിടെ ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ള പ്രതികളെ അക്രമത്തിൽ പരിക്കേറ്റവരും ഷുഹൈബിന്റെ സുഹൃത്തുക്കളുമായ 2 പ്രധാന സാക്ഷികൾ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ പ്രതികളുടെ അഭിഭാഷകർ ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നെങ്കിലും ക്രോസ് വിസ്താരത്തിന് തയ്യാറായില്ല. കേസിന്റെ വിചാരണ മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യമുയർത്തിയ പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതാണ് വിചാരണയുമായി സഹകരിക്കില്ലെന്ന നിലപാടിലേക്ക് എത്തിച്ചത്. ഇതോടെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഇത് കണക്കിലെടുത്ത് ജാമ്യം റദ്ദാക്കിയ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വാദം തുടരട്ടെ എന്ന് നിർദ്ദേശിച്ചു. 2018 ഫെബ്രുവരി 12 രാത്രി 10-ഓടെയായിരുന്നു യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്ന ഷുഹൈബിനെ കൊലപ്പെടുത്തിയത്. എടയന്നൂരിലെ ഒരു തട്ടുകടയിൽ സുഹൃത്തുക്കൾക്കൊപ്പം ചായ കുടിച്ചിറങ്ങിയ ഷുഹൈബിനെ കാറിലെത്തിയ അക്രമികൾ വെട്ടുകയായിരുന്നു. ബോംബെറിഞ്ഞ് പരിഭ്രാന്തി സൃഷ്ടിച്ച ശേഷമായിരുന്നു ഷുഹൈബിനെ കൊലപ്പെടുത്തിയത്. മറ്റാരും വന്ന് രക്ഷിക്കരുതെന്ന നിർബന്ധ ബുദ്ധിയുടെ ഭാഗമായിട്ടാണ് കൊലപാതകത്തിന് മുന്നോടിയായി ബോംബെറിഞ്ഞത്. പിന്നീട് അക്രമികൾ വളഞ്ഞിട്ട് ഷുഹൈബിനെ മൃഗീയമായി വെട്ടിക്കൊല്ലുകയായിരുന്നു. എന്തായാലും ഷുഹൈബിന്റെ കൊലയാളികൾക്ക് UDF സർക്കാർ ശിക്ഷ ഉറപ്പാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.